ആഗ്രഹങ്ങളുടെ അനന്തരഫലം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു തിരഞ്ഞെടുക്കും? മിക്ക ആളുകളും തിരഞ്ഞെടുക്കുന്നത് പണമായിരിക്കും, അല്ലേ? മിസ്റ്റർ വൈറ്റിൻ്റെ കുടുംബവും ആഗ്രഹിച്ചത് അതുതന്നെയായിരുന്നു. എന്നാൽ നമ്മൾ പ്രയത്നിക്കാതെ എന്തു തന്നെ ആഗ്രഹിച്ചാലും അതിനൊരു അനന്തരഫലമുണ്ടാകും. അതുതന്നെയാണ് വൈറ്റിനും സംഭവിച്ചത്. ആ കഥയാണ് വില്യം വൈമാർ ജേക്കബ്സിൻ്റെ പ്രശസ്ത കൃതിയായ ദ മങ്കീസ് പോ പറയുന്നത്. നിരവധി നാടകങ്ങൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കും സിനിമകൾക്കും വിഷയമായ കൃതിയാണ് ദ മങ്കീസ് പോ. ആ കഥയാണിത്. മഞ്ഞു പെയ്യുന്ന തണുത്ത രാത്രി. വീട്ടിലെ സ്വീകരണമുറിയിലിരുന്ന് ചെസ്സ് കളിക്കുകയായിരുന്നു മിസ്റ്റർ വൈറ്റും മകൻ ഹെർബർട്ടും. ഇന്ന് ഞാൻ ഡാഡിയെ കടത്തിവെട്ടും. തോൽക്കുന്നത് വരെ വാശി നല്ലതാടാ. എൻ്റെ ഈ തുന്നൽ കഴിയും വരെയായിരിക്കും അച്ഛൻ്റെയും മോൻ്റെയും കളി. എടി, ആ ജനൽ കർട്ടൻ ഒന്ന് ഉയർത്തി വെച്ചേ, അദ്ദേഹം വരുന്നത് കാണാനാണ്. ഇന്നീ പാതിരാത്രി അദ്ദേഹം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലുമില്ലടാ. വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വന്നിരിക്കും. അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. എന്തു തടസ്സം വന്നാലും അവയെല്ലാം തകർത്തുകൊണ്ട് മുന്നേറുന്ന സെർജിയൻ സോൾജർ മോറിസ്. 21 വർഷക്കാലം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആർമിയിൽ സേവനം അനുഷ്ഠിച്ചു മെഡലുകൾ വാങ്ങി വിരമിച്ച മേജർ. ഒക്കെ ശരിയായിരിക്കാം, പക്ഷേ ഈ കുഗ്രാമത്തിലേക്ക് പട്ടാളക്കാരെന്നല്ല ആരും തന്നെ വരില്ല. മോൻ പറഞ്ഞത് ശരിയാണ്. ദുർഘടം നിറഞ്ഞ വഴികൾ. ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും മോശം സ്ഥലത്താണല്ലോ ഈ വീട്. പിന്നല്ലാതെ, പൊട്ടിപ്പൊളിഞ്ഞ വഴികൾ. അധികൃതർക്ക് ഇങ്ങനെ ഒരു ഗ്രാമമുണ്ട് എന്ന വിവരം തന്നെ ഉണ്ടാകില്ല. ഓ, നിങ്ങൾ രണ്ടും ചേർന്ന് എന്നെ ഇങ്ങനെ ദ്രോഹിക്കല്ലേടാ. അദ്ദേഹം ഇങ്ങ് വന്നോട്ടെ. നമുക്ക് ഏറ്റവും ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു സമ്മാനം വന്നു ചേരാൻ ഏതാനും നാഴികകൾ മാത്രം. ആ, ഡാഡി, ആരോ വരുന്നുണ്ട്. ഓ, അദ്ദേഹം തന്നെ എൻ്റെ അതിഥി. സ്വാഗതം മിസ്റ്റർ മൊറീസ്. ഓ, താങ്ക് യു. താങ്കളും ഇരിക്കും മിസ്റ്റർ വൈറ്റ്. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ച രാത്രി അതിഥി. ഇത് അങ്ങേക്കുള്ള വെൽക്കം ഡ്രിങ്ക്. നന്ദി മിസ്റ്റർ വൈറ്റ്. നിങ്ങൾക്കറിയാമല്ലോ, ഉറ്റ ചങ്ങാതികളായ ഇദ്ദേഹവും ഞാനും ഒരു പാണ്ഡികശാലയിലെ പണിക്കാരായിരുന്നു. ഓ, അങ്ങനെയാണ് ഞാൻ ബ്രിട്ടീഷ് ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടി ഇന്ത്യയിലേക്ക് പോകുന്നത്. പിന്നെ യുദ്ധങ്ങൾ എനിക്ക് പുത്തരിയേയല്ല. മനുഷ്യരുമായും പ്ലേഗുമായും ഞാൻ എത്രമാത്രം പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടെന്നറിയാമോ? ഇന്ത്യയിലെ പ്ലേഗ് ബാധ അതിഭീകരമായിരുന്നു. ഹോ, പക്ഷെ മമ്മി, അത്രയൊന്നും കഷ്ടപ്പെട്ടതിൻ്റെ യാതൊരു ലക്ഷണവുമില്ലല്ലോ. ഇതൊക്കെ വീരവാദമായിരിക്കുമോ? ഒന്ന് മിണ്ടാതിരിയടാ. മോറിസ്, താങ്കൾ ജോലി ചെയ്ത ഇന്ത്യ ഒന്ന് സന്ദർശിച്ചാൽ കൊള്ളാമെന്നുണ്ടെനിക്ക്. അതെന്തിനാ മിസ്റ്റർ വൈറ്റ്? സ്വന്തം നാടിനോളം വരില്ലല്ലോ അന്യനാട്. അതൊക്കെ ശരി തന്നെ. ഇന്ത്യ ദിവ്യാന്മാരും മന്ത്രവാദികളുമൊക്കെയുള്ള രാജ്യമല്ലേ. അവരെയൊക്കെ ഒന്ന് കാണാൻ. അത് ശരി തന്നെ. നമ്മുടെ കൈ നോക്കി ഭാവി പറയുന്ന ദിവ്യന്മാർ ധാരാളമുണ്ട് അവിടെ. മന്ത്രമോദി ഐശ്വര്യം വിതരണം ചെയ്യുന്ന ദിവ്യന്മാർ. ഒന്ന് ചോദിച്ചോട്ടെ മേജർ, അന്ന് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു കൈപ്പത്തിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഓ, അതോ? അതത്ര കാര്യമൊന്നുമില്ല മിസ്റ്റർ വൈറ്റ്. അങ്ങനെ പറയല്ലേ മേജർ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ട്. അത് കൂടോത്രമോ ആഭിചാരക്രിയയോ മറ്റോ ആണ്. എനിക്കതിനെക്കുറിച്ച് ഓർക്കാൻ തന്നെ ഇഷ്ടമല്ല. മമ്മി, എന്താണ് അയാൾ പറയാൻ മടിക്കുന്നത്? എങ്കിൽ അതിലെന്തോ കാര്യമുണ്ടല്ലോ. ഇതാണത്. ഏ, ഇത് കുരങ്ങു കൈപ്പത്തി തന്നെയാണല്ലോ. ഓ, ഈജിപ്തിലെ മമ്മിയെ പോലെ ചുക്കിച്ചുളിഞ്ഞ കുരങ്ങു കൈപ്പത്തി. ഓ, എൻ്റെ ദൈവമേ, അത് കാണുമ്പോൾ തന്നെ പിശാചിൻ്റെ കൈ പോലെ. മേജർ അങ്കിൾ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇന്ത്യയിലെ ദിവ്യാനായ ഒരു ഫക്കീറാണ് ഇതിന് ദിവ്യശക്തി മന്ത്രിച്ച് നൽകിയിരിക്കുന്നത്. ഇത് താങ്കൾക്ക് എങ്ങനെ ലഭിച്ചു? പട്ടാളക്കാരുടെ വെടിയേറ്റ് വീണ കുരങ്ങൻ കുഞ്ഞിൻ്റെ കൈകൊണ്ട് സൂപ്പുണ്ടാക്കി കുടിച്ചാൽ ശരീരപുഷ്ടി ഉണ്ടാകുമെന്ന് ഒരു കൂട്ടം വൈദ്യന്മാർ നിർദ്ദേശിച്ചു. അവരിൽ നിന്നൊക്കെ എങ്ങനെയോ കൈമാറി ഇതെൻ്റെ പക്കൽ വന്നു. പിന്നെ ഇതിൽ മന്ത്രശക്തി ഉരുക്കിയൂതിയ ദിവ്യ ഫക്കീർ യഥാർത്ഥ വിശുദ്ധൻ തന്നെയായിരുന്നു. മനുഷ്യരുടെ ജീവിതം നിയന്ത്രിക്കുന്നത് ദൈവവിധിയാണ്. അത് തരണം ചെയ്യാൻ ശ്രമിക്കുന്നവർ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വില കൊടുത്തു വാങ്ങുകയാണ് എന്ന് തെളിവ് തരാനാണ് ഫക്കീർ അങ്ങനെ ചെയ്തതത്രേ. ഒന്നും ശരിക്കും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. മേജർ അങ്കിൾ, തെളിയിച്ചു പറയൂ. ഓ, മറ്റൊന്നുമല്ല. 3 പേരുടെ 3 ആഗ്രഹങ്ങൾ ഈ കൈപ്പത്തി സാധിച്ചു കൊടുക്കും. മേജറുടെ വർത്തമാനം കേട്ടപ്പോൾ ഹെർബർട്ടിനും മിസ്സിസ് വൈറ്റിനും പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. കൊള്ളാം കൈപ്പത്തി സൂത്രം. ആട്ടെ, അങ്കിളിൻ്റെ 3 ആഗ്രഹങ്ങളും ഇതുകൊണ്ട് സാധിക്കുകയുണ്ടായോ? തീർച്ചയായും. മറ്റാർക്കൊക്കെ 3 ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട്? ഒന്ന് വിശദീകരിക്കാമോ അങ്കിൾ? പിന്നെന്താ,
ആദ്യത്തെ ആളുടെ രണ്ടാഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ മൂന്നാമത്തെ ആഗ്രഹം എന്തായിരുന്നു? മരണം.